കരിക്കേക്കം ചാമുണ്ഡി ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഉത്സവത്തിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് കരിക്കേക്കം ക്ഷേത്രത്തിൽ നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വൻ ഭക്തജന തിരക്കാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് എന്നുകൂടി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതിലേക്ക് വിളിച്ചാൽ വിളി കേൾക്കുമമ്മ, ഞാൻ അറിഞ്ഞാൽ അഴലാറ്റുമമ്മ. കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. മാർച്ച് 16 മുതൽ തുടങ്ങിയ ഉത്സവ ചടങ്ങുകൾ പൊങ്കാല ദിവസമായ 22 വരെ നീണ്ടു നിൽക്കും. പൊങ്കാലയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്ന ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊങ്കാല ഉള്ളത് നമ്മളെ ഈ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലാണ്. പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 3 ക്ഷേത്രങ്ങളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. കരിക്കകം രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ക്ഷേത്രങ്ങളുടെ പണി 99% കഴിഞ്ഞു. രാവിലെ 10:15 തുടങ്ങുന്ന പൊങ്കാല ഉച്ചയ്ക്ക് 2:15 തർപ്പണത്തോടുകൂടി അവസാനിക്കുന്നു. ഈ വർഷത്തെ ഉത്സവത്തിന് എല്ലാവിധമായ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത സൗകര്യങ്ങൾ വിപുലമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നട തുറന്ന് നേർച്ച നടത്തുന്നതിലേക്ക് വേണ്ടി ഇവിടെ എത്തുന്നത്. ദേവിയെ ഗുരുവും മന്ത്രമൂർത്തിയും ചേർന്ന് കരിക്കകം ദേശത്തേക്ക് കൊണ്ടുവന്ന് തറവാട് മുറ്റത്ത് പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് വിശ്വാസികളായ സ്ത്രീകൾ മൺകലങ്ങളിൽ പായസം തയ്യാറാക്കിയെന്നാണ് ഐതിഹ്യം. ഇത് പിന്നീട് പൊങ്കാല നിവേദ്യമായി മാറി. പ്രധാനപ്പെട്ട വഴിപാടുകൾ പറഞ്ഞ പൂജകളാണ്. സർവാലങ്കാര പൂജ, പിന്നെ അരവണ പായസം, അപ്പം, അട, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. നല്ല തിരക്കാണ്. കഴിഞ്ഞ തിരക്ക് കൂടിയിരുന്നു കൊല്ലം. ഒരു ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ 3 ശ്രീകോവിലുകളിലായി ഒരു ദേവി തന്നെ 3 ഭാവത്തിൽ കുടികൊള്ളുന്നു. 3 കോവിലിലും ചാമുണ്ഡി ദേവി തന്നെ പ്രതിഷ്ഠ. ഇതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ പുണ്യഭൂമിയെ വ്യത്യസ്തമാക്കുന്നത്. ഉത്സവം ആരംഭിച്ച ദിവസം മുതൽ ക്ഷേത്രത്തിൽ തിരക്കാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദേവിയുടെ ഇഷ്ടവഴിപാടായ അന്നദാനത്തിനും ഭക്തരേറെ. പുണ്യത്തിന്റെ അനുഭൂതിക്കും ദുരിതമോചനത്തിനും മോക്ഷം ലഭിക്കുന്നതിനും സ്വയം സമർപ്പിക്കുകയാണ് വിശ്വാസികൾ. 24 തിരുവനന്തപുരം.